ഹായ്, ഇന്നൊരു വീക്കെൻഡ് ഡേ ആണ് കേട്ടോ. അപ്പോൾ വീക്കെൻഡ് ആകുമ്പോൾ ഞങ്ങൾ പരസ്പരം ചോദിക്കുന്നൊരു ചോദ്യം കേട്ടോ, ഇന്നെന്താ പരിപാടി എന്ന്. കാര്യം വീക്കെൻഡ് ആയി കഴിഞ്ഞാൽ അപ്പോൾ ഒരു ഫ്രൈഡേ ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ ചോദിക്കും. അപ്പോൾ അത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അന്നത്തെ ദിവസം ഒന്നെങ്കിൽ ബൈക്ക് കൊടുത്ത് ചുമ്മാ ഒന്ന് കറങ്ങും, ജസ്റ്റ് ഒരു റൗണ്ടൊക്കെ അടിച്ച് ചില പാനിപ്പൂരിയോ അങ്ങനെ എന്തെങ്കിലും സ്ട്രീറ്റ് ഫുഡ്സ് കഴിച്ചിട്ട് വരും. അതല്ലെങ്കിൽ നമ്മൾ വല്ല ഗ്രില്ലൊക്കെ മേടിച്ച് വന്ന് ഇവിടെ വന്ന് കൂൾ ഡ്രിങ്ക്സും ഗ്രില്ലൊക്കെ ആയിട്ട് കഴിക്കും. അങ്ങനെ എന്തെങ്കിലും പണിയായിട്ട് ചെയ്യാറ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പോകുന്നത് നമ്മൾ ഗ്രില്ല് വാങ്ങാനാണ് കേട്ടോ. ഇന്നിപ്പോൾ ചേട്ടൻ പറഞ്ഞു നമുക്ക് എന്തായാലും ഒന്ന് ഗ്രില്ല് മേടിച്ചിട്ട് കഴിക്കാമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ വണ്ടി എടുത്തു. നമ്മൾ എപ്പോഴും പോകാറില്ല, ഇവിടെ അടുത്തുള്ളൊരു അർമാൻ റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ. അവിടുത്തെ ഗ്രില്ല് അടിപൊളി ടേസ്റ്റ് ആട്ടോ. നമ്മളിവിടെ ഒരുവിധം എല്ലാതും ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ നമുക്ക് ഇവിടുത്തെയാണ് കൂടുതൽ ഇഷ്ടപ്പെടുക കേട്ടോ. അപ്പോൾ നമ്മൾ അവിടേക്കാണ് പോകുന്നത് ഇപ്പോൾ തന്നെ. ഇപ്പോഴാണെന്ന് വെച്ചാൽ നല്ലൊരു അടിപൊളി ക്ലൈമറ്റായി നിൽക്കുക കേട്ടോ. മഴയൊക്കെ മാറി നല്ലൊരു മഴ പെയ്ത് തോർന്നൊരു സമയം. അപ്പോൾ ആ സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക് പോകുമ്പോൾ നല്ല എന്താ പറയുക, നല്ലൊരു ഫീലിങ്സ് അല്ലേ നമുക്ക്. മഴയൊക്കെ പെയ്ത് തോർന്ന് ആ സമയത്ത് പോകുമ്പോൾ നല്ല തണുപ്പും കാറ്റൊക്കെ അടിച്ച് പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിള്ളേർക്കും അതെ ഇങ്ങനെ മഴയത്തൊക്കെ പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നേരെ പോകുന്നത് നമ്മൾ അർമാനിലാണ്. നമ്മളിവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ പോകാനുള്ള ഈ റെസ്റ്റോറൻറ്റ് പറയുന്നത്. അപ്പം ഇന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മളിവിടെ അർമാനിൽ വന്ന് ഗ്രില്ലൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് വേറൊരു ഉദ്ദേശം കൂടി ഉണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്രാവശ്യം ചേട്ടൻ ബ്രസൽസിൽ നിന്ന് വന്നല്ലോ, അപ്പോൾ ചേട്ടൻ വൈൻ കൊണ്ടുവന്നിരുന്നു കേട്ടോ. നല്ല വൈനാന്ന് പറഞ്ഞിട്ടൊക്കെ കൊണ്ടുവന്നത്, പക്ഷേ എനിക്കിങ്ങനെ കയ്പുള്ള ഒന്നും ഇഷ്ടമല്ല കേട്ടോ. ഞാൻ കയ്പുള്ളതാണ് അവിടുത്തെ സ്പെഷ്യൽ മാത്രമല്ല, വൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും കയ്പുണ്ടാവുമെന്നാണ് പറയുന്നത്. ഇപ്പം ഇവിടെ ചേട്ടൻ്റെ അമ്മയൊക്കെ വൈൻ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അത് അടിപൊളി ടേസ്റ്റ്, മധുരമൊക്കെ ഇട്ടിട്ട് മുന്തിരി വൈനൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലോ. അപ്പോൾ അത് അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചിട്ടാട്ടോ നമ്മൾ കുടിച്ചിട്ടുള്ളത്. മുന്നേ ഇതുപോലെ കുടിച്ചിരുന്നു. അപ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ചേട്ടൻ പറഞ്ഞു എന്തായാലും സാരില്ല, നമുക്ക് തീർക്കണ്ടേ പറഞ്ഞിട്ട് ഓക്കെ എന്നാൽ ആയിക്കോട്ടെ വെച്ചിട്ട് നമ്മൾ ഇന്ന് കുടിക്കാന്ന് വെച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ടാണ് നമ്മൾ ഗ്രില്ല് വാങ്ങാൻ ഇന്ന് ഇറങ്ങിയത്. നമ്മുടെ വീക്കെൻഡ് മിക്കപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും കേട്ടോ. വീക്കെൻഡ് ആകുമ്പോൾ ചുമ്മാ ഒന്ന് പുറത്തേക്ക് പോവുക, എന്തെങ്കിലും മേടിക്കാനുണ്ടെങ്കിൽ മേടിക്കുക, അതല്ലെങ്കിൽ വെച്ചെങ്കിൽ നമ്മൾ വല്ല സ്ട്രീറ്റ് ഫുഡ്സ് ഒക്കെ കഴിച്ച് വീട്ടിലേക്ക് വരിക, അതല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും മേടിച്ച് നമ്മൾ വീട്ടിൽ കൂൾ ഡ്രിങ്ക്സും മേടിച്ച് കഴിക്കുക. മക്കൾക്ക് ഇങ്ങനെ കഴിക്കാനൊക്കെ ഇഷ്ടം കേട്ടോ. അപ്പോൾ അവരും കൂടാറൊക്കെ ഉണ്ട് കഴിക്കാനൊക്കെ. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ വല്ല ഫിലിംസോ അങ്ങനെ എന്തെങ്കിലും വെച്ചിരുന്ന് കാണുക. അപ്പോൾ നമുക്ക് ആ സമയമായിട്ടോ കിട്ടാറ്. വീക്കെൻഡിലാണ് മിക്കപ്പോഴും നമ്മൾ ഫിലിംസൊക്കെ കാണുക. അല്ലാത്ത ദിവസങ്ങളിൽ നമുക്ക് സിനിമ കാണാൻ പോലും നേരം ഉണ്ടാവാറില്ല കേട്ടോ. ഇവിടെ വൈൻ ഷോർട്ട് ഗ്ലാസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഷോർട്ട് ഗ്ലാസ്സിലൊക്കെ ആയിട്ടോ നമ്മൾ വൈൻ അടിക്കുന്നത്.